എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വിഷു സ്പെഷ്യലായിട്ടുള്ള മാംഗോ കറിയാണ് ഉണ്ടാക്കുന്നത്. മാംഗോ കറി ഇത്തിരി സ്പെഷ്യലായിട്ട് ഗ്രേവിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 5 മാങ്ങയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം ആദ്യം തന്നെ. ഇതിന് ശേഷം ഇനി നമുക്കിത് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് നിങ്ങൾ ചോപ്പറിലിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നത് കാണിച്ചു തരാം. ഇങ്ങനെയാവുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് വേഗം പണിയൊക്കെ തീർന്നു കിട്ടും. കണ്ടോ, ഈ രൂപത്തിൽ നമുക്ക് നന്നായിട്ട് ക്രഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ എല്ലാം ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മസാല വേണം. അതിന് ഞാനൊരു 5-10 കുഞ്ഞുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എല്ലാം നുറുക്കിയെടുത്തതാണ്, ഒരു തണ്ട് കറിവേപ്പില, ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം, അതേ അളവിൽ തന്നെ നമുക്ക് കുറച്ച് ഉലുവ, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, നോർമൽ ചില്ലി പൗഡറാണ്, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ 1 ടീസ്പൂണോളം ഉപ്പും ചേർക്കുന്നുണ്ട്. അത് ആവശ്യത്തിന് പിന്നീട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാനതൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞ് പൊടിച്ച് വെച്ചേക്കുന്ന മാങ്ങയിൽ നിന്നും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഇതും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ ക്രഷ് ചെയ്ത മാംഗോയിലേക്ക് നന്നായിട്ട് ഇട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു അരമണിക്കൂറെങ്കിലും നമുക്കവിടെ മാറ്റി വെക്കണം, നന്നായിട്ട് മസാലയൊക്കെ മാങ്ങയിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു തേങ്ങയുടെ പാലൊക്കെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് നമുക്കതിൻ്റെ 1/4 പാലും തലപ്പാലും ഒക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതോടെ ഇരിക്കട്ടെ. ഞാനിപ്പോൾ 1/2 ഗ്ലാസ്സോളം 1/4 പാലും ബാക്കി 2/2 പാലും ഇതേപോലെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കടുക് വറുക്കാനായിട്ട് 1 ടേബിൾ സ്പൂണോളം കടുകും 1/2 ടീസ്പൂൺ ഉലുവ, ഒരു 4-5 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര, ഇത് ഓപ്ഷനിലാണ്, ഇത്തിരി മതിപ്പ് കറിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മളുടെ മാങ്ങ ഒരുപാട് പുളിയുള്ള മാങ്ങയൊന്നുമല്ല, ഒരു മീഡിയം പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഇച്ചിരി ഒരു സ്വീറ്റിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പഞ്ചസാരയും ചേർക്കുന്നത്. വിഷുക്കട്ടയുടെ ഒരു മാങ്ങക്കറിയാണിത്. സാധാരണ ചോറിന് കഴിക്കുന്ന മാങ്ങക്കറിയല്ല ഇത്. വിഷുക്കട്ടയ്ക്ക് സ്പെഷ്യലായിട്ട് ഇത് തന്നെയാണ് നല്ലൊരു ടേസ്റ്റ്. അങ്ങനെ നമ്മളുടെ പാനൊക്കെ ചൂടായി, നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ മൂത്തതിന് ശേഷം മാത്രം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായി ഒന്ന് പൊട്ടട്ടെ. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. മാങ്ങയുടെ ഫുൾ വേവ് നമുക്ക് ഇതിലങ്ങ് തീർക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത്യാവശ്യത്തിന് ഓയിലൊക്കെ വേണം. മാങ്ങ നന്നായിട്ട് ഇളക്കി അതിൻ്റെ വേവ് ആവുന്ന വരെ നമുക്ക് ഇതേപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും ജീരകം ഉലുവ അതൊക്കെ നന്നായിട്ട് അരച്ച് ചേർത്ത് പുരട്ടി വെച്ച മാങ്ങ ആയതുകൊണ്ട് തന്നെ നല്ലൊരു വാസനയാണ് ഈ ഒരു സമയത്ത്. ഈ മാങ്ങക്കറിക്ക് അതേപോലെ നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പാലൊക്കെ ഒഴിച്ചതിന് ശേഷവും ഉപ്പൊക്കെ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പോരാത്തത്. ഇനി നമുക്കിത് ലാസ്റ്റ് സെപ്പറേറ്റ് കടുക് താളിക്കുകയോ ഒന്നും വേണ്ട, എല്ലാ പണികളും ഇതിൽ തന്നെ തീർന്നു. ഇതിൽ മാങ്ങ ഇങ്ങനെ വഴറ്റേണ്ട ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമ്മളിതിന് മുമ്പ് ഒരു ഇഞ്ചിക്കറി സദ്യ സ്പെഷ്യൽ വെച്ചിരുന്നു. അതിലും ഞാൻ ഇതേപോലെ കടുകൊക്കെ ആദ്യമേ കാച്ചിയിട്ടാണ് ഇഞ്ചിക്കറി പ്രിപ്പയർ ചെയ്തത്. നമുക്ക് ഇതേപോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള പ്രിപ്പറേഷനാണ് വളരെ ഈസി.
അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് നമ്മുടെ മാങ്ങ കുക്കായി വന്നപ്പോൾ നമ്മുടെ അടുത്ത് വെച്ചേക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇടാണ്ടിരിക്കാം, വേണമെങ്കിൽ അത് അളവ് കൂട്ടുകയും ചെയ്യാം. ഞാനിപ്പോൾ 2 എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ഇതിൽ മെൽറ്റായി നന്നായിട്ട് യോജിച്ച് വരണം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ മാങ്ങ വെന്തു, ആ കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും മാങ്ങയൊക്കെ വെന്ത് നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി വേണം നമുക്ക് നമ്മളുടെ 2ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് തിള വരണം. 2ാം പാൽ നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി തുടങ്ങുന്ന ഒരു പരുവം. നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി. കാരണം പുളിയുള്ള മാങ്ങയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ തന്നെ അതൊന്ന് പിരിഞ്ഞ പോലെ ആവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് നിർത്താണ്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും തോറും പാൽ ശരിയായിക്കോളും. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. കാരണം പാലിൻ്റെ അളവ് കൂടുമ്പോൾ ഉപ്പ് ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. പോരാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ ചേർത്തി കൊടുക്കുക. ഇത് നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് മാങ്ങക്കറിക്ക്. ഇനി നമുക്ക് 1ാം പാലൊക്കെ ചേർത്ത് കൊടുക്കേണ്ട സമയമായി. ഈ ഒരു സമയത്ത് 1ാം പാൽ ചേർത്ത് കൊടുക്കുക. ഇതൊരു അര ഗ്ലാസ്സേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല കട്ട തേങ്ങാപ്പാലാവുമ്പോൾ ലാസ്റ്റ് ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഒരുപാട് തിളയ്ക്കൊന്നും വേണ്ട. ജസ്റ്റ് ഇതേപോലെ ഒരു തിള വരുമ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ സിമ്പിളായി ഇത്രേ ഉള്ളൂ. നമ്മുടെ വിഷുക്കട്ടയ്ക്കുള്ള മാങ്ങക്കറി അങ്ങനെ റെഡിയായി. നമുക്ക് വീടുകളിൽ വിഷു ദിനങ്ങളിൽ നമുക്ക് കണിയൊക്കെ ഒരുക്കിയതിന് ശേഷം അമ്മമാർ വേഗം ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് വിഷുക്കട്ട. ഞങ്ങൾ തൃശ്ശൂർ സ്റ്റൈലിലാണ് ഞാനിപ്പോൾ വെച്ചേക്കുന്നത്. ഞങ്ങൾ തൃശ്ശൂരൊക്കെ വിഷുക്കട്ടയുടെ കൂടെ ഞങ്ങൾക്ക് ഈ മാങ്ങക്കറിയാണ് എല്ലാവരും നന്നായിട്ട് കഴിക്കുക. വിഷുക്കട്ട അതേപോലെ വിഷുകഞ്ഞിയൊക്കെ ഞങ്ങൾക്ക് പ്രധാന ഒരു വിഭവമാണ് വിഷുദിനത്തിൽ. അപ്പോൾ ഇനി നെക്സ്റ്റ് പോസ്റ്റായിട്ട് ഞാൻ വിഷുക്കട്ടയുടെ റെസിപ്പി ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് വാച്ച് ചെയ്യണം. ഇത് രണ്ടും വിഷുദിനത്തിൽ ഉണ്ടാക്കി നോക്കുക. നല്ലൊരു കോമ്പിനേഷനാണ്. തൃശ്ശൂർ തന്നെ പല സ്ഥലങ്ങളിലും ശർക്കര നീരും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷുദിന ആശംസകൾ അഡ്വാൻസായി നേരുന്നു. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.